ചോദിക്കാൻ ഇന്നുള്ളത് മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്താണ്. വാണിയമ്പലം എന്ന ഈ നാട് പ്രധാനമായും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് 16-18 തവണ അടച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ ഗേറ്റ് എന്നത്. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് വാണിയമ്പലം. എന്നാൽ ഈ വാണിയമ്പലത്തിലൂടെ കടന്നു പോകുന്ന ഈ റോഡാണ് കിഴക്കൻ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാത. കരുവാരകുണ്ട്, കാളികാവ് തുടങ്ങി മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ളവർക്ക് മലപ്പുറത്തേക്ക് എത്തുവാനും അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് എത്തുവാനും ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ഇതിലൂടെ കടന്നു പോകുന്ന ഈ റോഡ്. എന്നാൽ ഈ റോഡ് ദിവസം 16 തവണ ഈ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് കാരണം തടസ്സപ്പെടുകയാണ്, സഞ്ചാരം തടസ്സപ്പെടുകയാണ്. വലിയ ട്രാഫിക് കുരുക്കാണ്, ഗതാഗത കുരുക്ക് കിലോമീറ്ററോളം നീളുന്നു. കഴിഞ്ഞ മാസം ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് ആംബുലൻസിലുണ്ടായിരുന്ന ഒരു രോഗി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ച ഒരു സംഭവം വരെ ഉണ്ടായി. വലിയ പ്രതിഷേധം നാട്ടിൽ ഉയർന്നു. രാഹുൽ ഗാന്ധി വയനാട് MP ആയിരുന്ന സമയത്ത് 20 കോടി രൂപ ഇവിടെ റെയിൽവേ മേൽപ്പാലത്തിന് വകയിരുത്തുകയും ചെയ്തു. അനുയോജ്യമായ 3 ഇടങ്ങൾ കണ്ടെത്തി. അതിൽ ഒരിടത്ത് പാലം നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇക്കാര്യം നിയമസഭയിൽ വണ്ടൂർ MLA AP അനിൽകുമാർ ഉന്നയിക്കുകയും ചെയ്തു. എത്രയും വേഗത്തിൽ എല്ലാം പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിൻ്റെ ഉറപ്പ്. പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ച് കാലങ്ങളായുള്ള കാത്തിരിപ്പാണ് ഈ ഒരു റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി. നമ്മോടൊപ്പം വാണിയമ്പലം സ്വദേശികൾ ചേരുന്നുണ്ട്, നിവാസികൾ ചേരുന്നുണ്ട്. കാലങ്ങളായി നിങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് ഒരു മേൽപ്പാലം വേണമെന്നുള്ളത്. നമുക്കറിയാം, ഷൊർണൂർ നിലമ്പൂർ പാതയിൽ പലയിടത്തും മേൽപ്പാലങ്ങൾ വന്നു കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ ഇത് കാലതാമസം വരാനുള്ള ഒരു കാരണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഉണ്ടാക്കുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളുടെ തന്നെ ആവശ്യം നിലനിൽക്കുകയാണ്. 20,90,00,000 രൂപ വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ടു. RBDCക്ക് നിർമ്മാണ ചുമതല ഏൽപ്പിച്ച് അതിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 26/3/2025 KRDCLനെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗേറ്റ് അടവ് ഒരു ദിവസം 16 തവണയാണ് ഗേറ്റ് അടയ്ക്കുന്നത്. നമ്മുടെ പ്രാഥമിക ചികിത്സ കൊടുക്കേണ്ട രോഗികളെ അടക്കം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കാത്ത സാഹചര്യം. ആ സാഹചര്യത്തിൽ അവസാനമായിട്ട് ഇവിടെ സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ പ്രാഥമിക ചികിത്സ കിട്ടാതെ മരണമടയുന്നത്. അതിൻ്റെ ഭാഗമായി തൊട്ട് പിറ്റേ ദിവസം മുതൽ തന്നെ വാണിയമ്പലം പ്രദേശത്തെ ജനത ഈ റെയിൽവേ മേൽപ്പാലം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ. ആ സമര പോരാട്ടങ്ങളിൽ ഈ വാണിയമ്പലത്തെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആ പ്രവർത്തന ഫലമായിക്കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA വർക്ക് ത്വരിതഗതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും സർക്കാർ അത് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കേരയിൽ ഈ കഴിഞ്ഞ 22-ാം തീയതി അലൈൻമെൻറ്റ് ഡ്രോയിങ് റെയിൽവേക്ക് കൈമാറുകയുണ്ടായി. ഇനി ആ അലൈൻമെൻറ്റ് ഡ്രോയിങ് റെയിൽവേ അംഗീകരിച്ച് 2013 സ്ഥലമേറ്റെടുപ്പ് നിയമങ്ങളെല്ലാം തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് വേണം സ്ഥലമേറ്റെടുപ്പിലേക്ക് എത്താൻ. സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നിർമ്മാണ പ്രവൃത്തി, അതിൻ്റെ ടെൻഡറുകളും കഴിഞ്ഞതിന് ശേഷം നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇനി റെയിൽവേയിൽ എത്തിയിട്ടുള്ള ഈ അലൈൻമെൻറ്റ് ഡ്രോയിങ് എത്രയും പെട്ടെന്ന് അവർ അംഗീകരിച്ച് കേരളിന് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ എല്ലാ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവണം. ഇനി ഒരു ജീവൻ പോലും റെയിൽവേ ബ്ലോക്കിൽ കുടുങ്ങി വാണിയമ്പലത്ത് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതേപോലെ തന്നെ ടാക്സി ഓട്ടോ ഡ്രൈവർമാർ സ്വതന്ത്രമായിട്ട് തൊഴിലെടുക്കാനുള്ള അവസരം കൂടി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗേറ്റ് അടവ് കാരണം. എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഈ പ്രശ്നം
അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ അധികാര കേന്ദ്രങ്ങളും ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് നേടിത്തരണം എന്നുള്ളതാണ് ഈ വാണിയമ്പലം ജനതയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൂട്ടായ്മയാണല്ലോ അല്ലേ? രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഈ മേൽപ്പാലത്തിനെ കുറിച്ച് ഒരു പ്രശ്നം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഞങ്ങളെ റെയിൽവേ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഓഫീസിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ റെയിൽ ഡിപ്പാർട്ട്മെൻറ്റിക്ക് നമ്മളെ ബന്ധപ്പെടുത്തി തന്നു. ഞങ്ങൾ അവിടെ ചെന്ന് റെയിൽ MD-യുമായി സംസാരിച്ചു. അപ്പോൾ റെയിൽവേ 10ാം ലിസ്റ്റിലാണ് നമ്മളെ ഈ വാണിയമ്പലം ഉൾപ്പെടുന്നത്. അതിൻ്റെ ഡ്രോയിങ് സ്വാമി പറഞ്ഞ പോലെ തന്നെ ഡ്രോയിങ്ങും ഒക്കെ 22-ാം തീയതി റെയിൽവേക്ക് കൈമാറിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിന് കൈമാറി കഴിഞ്ഞാൽ റവന്യൂ വകുപ്പ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതിന് വേണ്ട മുഴുവൻ സംഖ്യയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാം എന്നുള്ള ലിസ്റ്റിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാലതാമസം പറഞ്ഞ് ഇനിയൊരു പ്രശ്നം ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയൊരു മരണത്തിന് ഇത് കാരണമാകാതിരിക്കാൻ റെയിൽവേ മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആക്കണം എന്നാണ് നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ വാണിയമ്പലത്ത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ ഒന്നാണ് ഈ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ കാലങ്ങളായിട്ടുള്ള ഈ പ്രശ്നം അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി അധികാരികളൊന്ന് കണ്ണു തുറക്കണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് മറ്റു പലയിടത്തും റെയിൽവേ മേൽപ്പാലം വന്നിട്ട് വാണിയമ്പലത്ത് വൈകുന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു? ഇത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ ഒരു തകരാറ് കൊണ്ടാണ് ഇത് നടക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിന് നേതൃത്വം കൊടുത്ത വാണിയമ്പലം ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. ഇതിന് ഒരു നേതൃത്വം കൊടുക്കാൻ വാണിയമ്പലത്തെ ഒരാളില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ കാര്യം എന്തായാലും വാണിയമ്പലത്തെ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ഉണർന്നു. യുവാക്കളെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ശാശ്വതമാക്കണം. എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരൊക്കെ പറയാനുള്ളത് ഞാൻ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ കഴിഞ്ഞ മാസം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏമങ്കാട് നിന്നൊരു കേസ് കൊടുന്ന് വൈകുന്നേരം CPR കൊടുത്തിട്ടും ഗേറ്റ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾ മരണപ്പെട്ടു. ഇതന്നെ ഇവിടെ പറയാല്ലേ, പെട്ടെന്ന് ഇതിന് തീരുമാനങ്ങൾ ഈ ആംബുലൻസിന്റെ ജീവൻ കൈ പിടിച്ച് ഓടുന്ന ഓട്ടത്തിനിടയിലാണ് ഈ തടസ്സം വരുന്നത്. അതാണ് ഇവിടെ എന്ന് പെരുന്നാളോ വല്ല എന്ത് വന്നാലും ഇവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ അതിൻ്റെ പുറത്ത് രാവിലെ വരുന്നുണ്ട്. ഇന്ന് രാവിലെ 5 മണിക്ക് ഇതേമാരോട് വന്നൊരു കേസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വണ്ടി ഡിലേ ആയി 3/4 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വന്നു. അന്ന് ക്രോസിംഗുകളുണ്ട് കുറച്ചധികം. 2 ട്രെയിന് പോകാണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്നും ബ്ലോക്കാണ്. ഇതെന്നോട് പറയല്ല, എല്ലാവർക്കും ഇല്ല, എല്ലാവരും. ഇവിടെ വാണിയമ്പലത്ത് കുറച്ച് കാലങ്ങളായി ഇപ്പോൾ ഈ ബുദ്ധിമുട്ടും യാതനയും അനുഭവിക്കുന്നത്. ഇതിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സ്ഥലം അക്വയർ ചെയ്ത് ഇതിന് വേണ്ട സ്ഥലം എടുത്ത് അതിനുള്ള പരിപാടികൾ തുടങ്ങി റെയിൽവേ പാലം വരുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ സംഘടനകളും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രിനെ കാണുക, നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കുക. കരിന കുട്ടിക്കേ പാലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ കൂടിയാൽ മാത്രമേ ഈ കാര്യം സാധിക്കുള്ളൂ. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ സംഘടനകളും എല്ലാ കാര്യങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു കുടക്കയിൽ നിന്നിട്ട് പ്രവർത്തിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു റെയിൽവേ മേൽപ്പാലം വരണമെന്ന് പറഞ്ഞിട്ട് പല വ്യക്തികൾ, സംഘടനകൾ, പാർട്ടികളൊക്കെ നിവേദനങ്ങൾ പോലെ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഇതൊന്നും കൂടി ജനകീയമായിട്ട് ഇപ്പോൾ ശക്തമായിട്ട് ഈ ഒരു കാര്യം മുമ്പോട്ട് വരാനുള്ള ഒരു കാരണം ഇപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം ഒരു മരണം ഇവിടെ നടന്നു. ഇപ്പോൾ ഈ ഒരു വർഷത്തിലാണെങ്കിൽ 6-ലധികം മരണങ്ങൾ ഇവിടെ ഈ റെയിൽവേ ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. മാത്രമല്ല ഇവിടെ 14 ഗേറ്റ് അടവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 16ഓളം ഗേറ്റ് അടവായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ജനപ്രതിനിധികളോടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു നാടകം നടത്തി തൽക്കാലം ജനങ്ങളൊന്ന് അവരുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്നതിൽ കവിഞ്ഞ് അവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഈ റെയിൽവേ മേൽപ്പാലം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വാണിയമ്പലത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്പം ചരിത്രം കുറച്ച് പിന്നോട്ട് പോകണം. വാണിയമ്പലത്ത് 19 വർഷം മുമ്പ് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ 100ൻ്റെ നോട്ടിറങ്ങിയ രാജ്യമാണ് വാണിയമ്പലം.
മനസ്സിലായോ? 100 നോട്ടിന് ചില്ലറക്ക് കടന്നിന് ഞങ്ങൾക്കറിയാം. കാരണം വ്യവസായം നിലമ്പൂരാണ് മരത്തിന് ഏറ്റവും പേര്. പക്ഷെ വാണിയമ്പലത്തു നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ മരം കയറ്റിപ്പോയിരുന്നത്. മരവ്യവസായം വാണിയമ്പലത്താണ് കൂടുതൽ. 4-ലധികം ട്രാക്ക് ഉണ്ടായിരുന്നു. ഇന്നത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചുരുങ്ങി 2ആയി മാറി. ജനം വികസിച്ച് കുറേ നാട്ടുകാർ ഗൾഫിൽ പോയിട്ട് വികസിച്ചു എന്നല്ലാതെ വികസനം ഒന്നും തന്നെ ഇവിടെ മറ്റുള്ളവർ വന്നിട്ടില്ല. പ്രത്യേകിച്ച് റെയിൽവേക്ക് ഉണ്ടായിട്ടില്ല. റെയിൽവേക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഒരു നടവഴി പോലും ഇല്ല. ഇത് ജനങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ സർക്കാരിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ആ അറിയിക്കാത്ത ഒരു വീഴ്ച നല്ലോണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ 60 വർഷം പിന്നോട്ടാണ് വാണിയമ്പലത്തേര്. അതാകാൻ കാരണം ജനപ്രതിനിധികൾ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടപെടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വാണിയമ്പലം സുസ്ഥിര വികസന സംഘടന ഇപ്പോൾ അടുത്ത് രൂപം കൊടുത്തൊരു സംഘടന ഇളകി അതിലെല്ലാ കക്ഷികളും ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വാണിയമ്പലം പിന്നെ ജനകീയ കമ്മിറ്റി പറഞ്ഞ് വേറൊന്നുണ്ടാക്കി. പിന്നെ ഇവിടെ ടൗൺ ടീം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇപ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചത് കാരണം ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. വേണം വിചാരിച്ചിറങ്ങി. മരങ്ങളൊന്നേ ഇപ്പോൾ ഇവിടെ അടുത്ത് പറയുന്നുള്ളൂ. അത് നമ്മളെ ഇടയിൽ കൂടെ നടന്ന ഒരാൾ കാരണം എത്രയോ മരണങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും എഴുതപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി വേണ്ടത് ഉത്തരവാദികൾ ചെയ്യുക. ട്രെയിനിന്റെ എണ്ണം കൂട്ടാൻ നമ്മളൊക്കെ മുറവിളി കൂട്ടും. പക്ഷെ ട്രെയിനിന്റെ എണ്ണം കൂട്ടുന്നവർ ഇവിടെ ബ്ലോക്ക് ആവുന്നതിന്റെ സമയം കൂടി വരണം അല്ലേ? ഇപ്പം നിലവിൽ 16 ട്രെയിനാണ് വന്നു പോയി ഇരിക്കുന്നത്. അതിന് 18-20 ആവാൻ പോവുകയാണ്. 4 പെൻഡിങ്ങിലാണുള്ളത്. അത് രാത്രി ട്രെയിനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഡേ ടൈമിൽ കുറേ ട്രെയിനുകൾ വരാനുണ്ട്. ഷൊർണൂരിൽ അവസാനിക്കുന്ന മിക്ക ട്രെയിനുകളും നിലമ്പൂരിലേക്ക് നീട്ടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഈ ജനങ്ങൾ വിവിധ സംഘടനകൾ ക്ലബ്ബുകൾ അങ്ങനെ ജനകീയമായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് 2024 ഏപ്രിൽ മുതലാണ് ഈ പാലത്തിന് ഒരു അനക്കം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിരന്തരം പ്രതിനിധികൾ ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവരുടെ MLAയുടെ ഭാഗത്തുനിന്ന് MP യുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് തലത്തിലൊക്കെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം. ജനങ്ങളെ മാത്രം പോരാ. ശരിക്കും വാണിയമ്പലത്തിന് മാത്രം ആവശ്യമില്ല. ഈ കിഴക്കൻ മേഖലയിലുള്ള എല്ലാവരുടെയും 16ഓളം പഞ്ചായത്തുകളെ ആശ്രയിക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ട്രെയിനുകളുടെ എണ്ണം കൂടും വേണം. പക്ഷെ അതിനനുസരിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനിയും അടിസ്ഥാന വികസനം വരണം. അതിനാണ് ഇനിയുള്ള ശ്രമങ്ങൾ വേണ്ടത്. അപ്പോൾ പാലം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ്. അത് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 1/4 നൂറ്റാണ്ടായി ഇതിന് മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട്. ഒരു ഉറവങ്ങൽ എന്താണ് പേര്, അബു എന്ന് പറഞ്ഞ ഒരാളാണ് 95-ൽ ഇതിന് ഔദ്യോഗികമായിട്ടൊരു തുടക്കമിട്ടത്. അത് പിൽക്കാലത്ത് അങ്ങനെ മണ്ണിട്ട് മൂടി. ഇപ്പോൾ വിവിധ സംഘടനകൾ അതേപോലെ ചെറുപ്പക്കാരുടെ ക്ലബ്ബുകൾ അവരൊക്കെ മുന്നോട്ട് വന്നത് കണ്ടാണ് ഇതിനൊരു അനക്കം വെച്ചത്. കൂട്ടത്തിലൊരു മരണവും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരക്ക് പിടിച്ച ഒരു റെയിൽവേ ലൈനാണ് വാണിയമ്പലത്തോടെ കടന്നു പോകുന്നത്. ഈ റെയിൽവേ ലൈനിന് ഒരു മേൽപ്പാലം ഉണ്ടാവണമെന്നതിൽ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യങ്ങളാണ്. പക്ഷേ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരുകളോ വേണ്ടത്ര പരിഗണന ഇതിന് ലഭിച്ചിട്ടില്ല. ഇതിനാവശ്യമായ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിന് റെയിൽവേ ബോർഡോ അതേപോലുള്ള പൊതുമരാമത്ത് വകുപ്പോ അതേപോലുള്ള മറ്റ് അധികാരികളോ അതിന് റെയിൽവേ അലൈൻമെൻറ്റ് തയ്യാറാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ അതിനാവശ്യമായ ഫണ്ട്, സ്ഥലം അക്വയർ ചെയ്തെടുക്കാനുള്ള ആവശ്യമായ ഫണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി MP 21 കോടിയോ മറ്റോ ഇതിനെ മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെ എത്താതെ ഉപയോഗിക്കപ്പെടാതെ ഇപ്പോഴും 2019 തോന്നുന്നത് അത് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ഒന്നും എവിടെ എത്താത്ത അവസ്ഥയിലാണ്. ഇനിയും കാലഹരണപ്പെട്ട ഇനിയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ വാണിയമ്പലത്തെ റെയിൽവേ മേൽപ്പാലം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ഈ രീതിയിൽ സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ തുക ബഡ്ജറ്റിൽ നീക്കിവെക്കാതെ, ബഡ്ജറ്റില്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ബഡ്ജറ്റിൽ നീക്കിവെച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ കാണുന്ന രാവിലെ മുതൽ പിന്നെ രാത്രി വരെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ. അതായത് ഒരു അപസ്മാരം പിടിച്ച കുട്ടി വരികയാണെങ്കിൽ, രോഗിയായിട്ട് ആംബുലൻസ് വരികയാണെന്ന് വെച്ചാൽ 3 ട്രാക്കിലൊക്കെ വണ്ടി കയറിങ്ങാണ്ട് തടസ്സപ്പെട്ടാണ് മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന രീതിയാണ് വരുന്നത്. അതുപോലെ കാളികാവിൽ ഇവിടെയുള്ള വാണിയമ്പലത്തിലുള്ളൊരു വ്യക്തി ആക്സിഡൻ്റായി മരിച്ചിട്ട് ഇവിടെ ഗേറ്റിങ് എത്തിയപ്പോൾ മയ്യത്താണ് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നത്. അതുപോലെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഒരു ഗേറ്റ് അടവിൽ പെട്ടാൽ 2-3 ആംബുലൻസ് വരികയാണ്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ
ഓട്ടോറിക്ഷക്കാരും ലോഡിങ്ങുകാരും കൂടി ഷിഫ്റ്റ് ചെയ്യും ചിലതൊക്കെ. അപ്പോൾ അവിടേക്കും കൂടി ഷിഫ്റ്റ് ചെയ്യാൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തണമല്ലോ, അവിടെയും കൂടി എത്താതെ ഒരു ഒരു 300 മീറ്റർ, ഒരു 300-350 മീറ്റർ എപ്പോഴും ബ്ലോക്കാണ് ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രോഗിനായിട്ട് വരുന്ന ആംബുലൻസ് അടക്കം ഇതിൽ കുടുങ്ങാണ്. ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാനും കൂടി പറ്റില്ല, അങ്ങനത്തെ പറ്റും. അപ്പോൾ അതിനാണ് പരിഹാരം കാണേണ്ടത്. പാലൊക്കെ അത് അത്യാവശ്യമാണ്. ഞങ്ങളെ തൊഴിലിന് ബാധിക്കുന്നുണ്ട്. അതാ 30 രൂപൻ്റെ ഒരു ഓട്ടം പോകുമ്പോഴത്തിന് ഒരു 40 രൂപൻ്റെ ഡീസൽ കത്തും. കാരണം ഇതിങ്ങനെ ഒരു ഇഞ്ച് നീളം പോയിട്ട് പിന്നെ ജനങ്ങളായിട്ട് ഈ ലോക്കൽ പോകാഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളായിട്ടും പ്രശ്നം വരികയാണ്. കാരണം ലോക്കൽ എടുക്കാൻ തീവണ്ടിയിൽ വരുന്ന ലോങ് ട്രിപ്പുകൾ ഉണ്ടാവും, അത് കാത്തിക്കാണെന്ന് പറയുള്ളൂ. കാരണം ലോക്കൽ പോയാൽ അവിടെ പോയിട്ട് ആ 30 തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ മറ്റേ ലൈനിൻ്റെ ബാക്കിൽ നിൽക്കണം. ആ ഒരു പ്രശ്നമാണ്. വോട്ട് എടുക്കാനും പറ്റില്ല. ഞങ്ങളാണ് ശരിക്കും കുടുങ്ങിക്കണേ. ബസ്സാരും ഞങ്ങളും കുടുങ്ങിക്കണം. ബസ്സാരും പറഞ്ഞിട്ട് കാര്യമല്ല, ഓർക്ക് 5 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ അല്ലേ ഉള്ളൂ. ഓലെ കുറേ ഞങ്ങളൊക്കെ അങ്ങനെ അവരോട് സ്കൗട്ട് ചെയ്ത് നോക്കും, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒന്നും ഒക്കെ അതാ എനിക്ക് പറയാം. നിങ്ങളൊക്കെ ഈ ഒരു ക്ലബിൻ്റെ ഇതിൽ വല്ലാതെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചതിന് ഒരു ഫലം കൂടിയാണല്ലോ ഇപ്പോൾ ഈ കാണുന്ന നടപടികളൊക്കെ അല്ലേ? അതെ. ഞങ്ങൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ അവസാനമായിട്ട് നമ്മളൊരു പ്രതിഷേധം നടത്തി, പന്തം കൊടുത്ത് പ്രതിഷേധം നടത്തി, പിന്നെ ഒപ്പ് ശേഖരണം നടത്തി. ഒരുപാട് നമ്മൾ നേതാക്കന്മാരെ കണ്ട് വ്യക്തിപരമായിട്ടും ക്ലബിൻ്റെ പേരിൽ ഒരുപാട് നിവേദനങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് നിയമസഭയിൽ ചർച്ചയായതും കാര്യങ്ങൾ മുന്നോട്ട് പോയതും എല്ലാം. ഞങ്ങളുടെ അതെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഇനിയും ഏതറ്റം വരെ പോകാനും നാട്ടുകാരും ഞങ്ങളുടെ ടൗൺ ടീമും ജനകീയ കമ്മിറ്റിയും തയ്യാറാണ്. ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ ഏറ്റെടുക്കുക, നാടിന് വേണ്ടി ഇത് പാലം പണിയാണ്. അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയാൽ വളരെ സന്തോഷം. എനിക്ക് പറയുന്നത് നമ്മളിവിടെ ഒരു കച്ചവടം നടത്തുന്ന ആളാണ്. നമ്മൾ 10-15 കൊല്ലം ഇവിടെ കച്ചവടമായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ടത് നമ്മൾ മേൽപ്പാലാണ്. അതിന് വേണ്ടത് ഇവിടുത്തെ 2 സർക്കാരുകളും മുൻകൈ എടുത്തിട്ട് നമുക്കത് പ്രാബല്യത്തിലാക്കി തരുന്നതാണ്. ഞങ്ങളെ കച്ചവടങ്ങളൊക്കെ വളരെ ഡിമ്മായിട്ട് പോവാണ്. ഞങ്ങൾക്ക് ഈ പാലം വന്ന് ഞങ്ങൾക്ക് റൂമാണെങ്കിൽ വേറെ സ്ഥലത്ത് മാറ്റി ഷിഫ്റ്റ് ചെയ്താൽ അവിടെ കച്ചവടം ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് പാലം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് മേൽപ്പാലം നിർബന്ധമാണ്. നിങ്ങൾ ഇവിടുത്തെ എല്ലാ ബുദ്ധിമുട്ടും മരണത്തിൽ വരും എല്ലാവരും പറഞ്ഞിങ്ങനെ വീണ്ടും ആവർത്തിക്കണത് ഞാൻ പറയാത്തത്. എത്രയും പെട്ടെന്ന് നമുക്കൊരു മേൽപ്പാലം അടിയാൻ വ്യാപാരി എന്ന നിലയ്ക്ക് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പറയാനുള്ളത്. ഞങ്ങൾക്ക് പാലം പറഞ്ഞാൽ ട്രെയിന് യാത്ര ചെയ്യുമ്പോൾ ഈ ഗേറ്റ് നടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വൈകലുണ്ട്. ഗേറ്റ് തുറന്നാൽ പിന്നെ റോട്ടുമ്പോൾ ഇറങ്ങാൻ പറ്റൂല, ഫുള്ള് വണ്ടി ആയിരിക്കും, വല മുറിയാൻ കഴിയില്ല. അപകടങ്ങൾ സാധ്യത കൂടുതലാണ്. പിന്നെ മേൽപ്പാലം പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. വണ്ടികൾ യാത്ര മേൽക്കൂടെ പോകുക, അപ്പോൾ അടിയിൽ കൂടെ നടക്കാൻ. സ്കൂളിലൊക്കെ വരാൻ വൈകുമ്പോൾ എത്താൻ വൈകുമ്പോൾ ടീച്ചർമാർ ചോദിക്കില്ലേ, എന്താ വൈകിയ ചോദിക്കില്ലേ? എന്താ പറയാ, ഗേറ്റ് അടച്ചിട്ടാന്ന് പറയാറുണ്ടോ? ടീച്ചർമാർ കേട്ടു അല്ലേ? പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, സമയത്ത് എത്താൻ പറ്റില്ല അല്ലേ? ചീത്തേക്കും അല്ലേ? അതാണ് നമുക്ക് ഈ പാലത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ ജനപ്രതിനിധികൾ എന്തായാലും അതിന് എത്രയും വേഗം നടപടി സ്വീകരിച്ചിട്ട് പാലം ഇവിടെ കൊണ്ടുവരണം. അതിന് വേണ്ടി ഇനി ഏതറ്റം വരെയാണെങ്കിലും ഞങ്ങൾ സമരത്തിന് ഇറങ്ങാൻ തയ്യാറാണ്. കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ മാസങ്ങൾ മാത്രം, അതിന് മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ സമയത്തൊക്കെ ഇനി 5-6 മാസം ഒരു തരത്തിലും ഇത്തരം പ്രവർത്തികളൊന്നും തന്നെ നടക്കില്ല. പിന്നെ അടുത്ത ഗവൺമെൻറ് വരുന്നവരേക്കുള്ള ഒരു കാത്തിരിപ്പായിരിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങളീ കാണിച്ച പ്രതിഷേധമൊക്കെ നിയമസഭയിൽ ഇത് ചർച്ചയായെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്ന പശ്ചാത്തലത്തിൽ ഇനി ഇതിനൊക്കെ വേഗം കൂടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇത് വന്നിട്ടില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഏതറ്റം ഇത് ഞാൻ പറഞ്ഞില്ല, ഈ പാലം വരലാണ് ഇവിടെ ജനങ്ങളെ ആവശ്യം. ഇത് മൊത്തത്തിൽ ജനങ്ങളെ മൊത്തത്തിലുള്ള ആവശ്യമാണ്. അതിൽ ഈ ജനങ്ങൾ സംഘടിപ്പിച്ച് ഞങ്ങളിവിടെ തെരുവിലുണ്ടാവും മുഴുവൻ സമയം. ഇതിലിപ്പോൾ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ മുമ്പും ഈ ഇലക്ഷൻ വരുന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഇളകി എന്നല്ലാതെ, മാത്രമല്ല ഇവിടുത്തെ വാണിയമ്പലത്തെ ജനങ്ങളെ ഇളകി എന്നവർക്ക് മനസ്സിലായതുകൊണ്ടും അവർ ചെറിയ ചലനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെറിയ നാടകങ്ങൾ കളിക്കുക എന്നല്ലാതെ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് എത്രത്തോളം അവർ പണിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണ്. ആ ആശങ്കക്ക് പരിഹാരം ഇവിടുത്തെ മറുപടി പറയേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളും
മറ്റുള്ള രാഷ്ട്രീയ നേതൃത്വം ഒക്കെ തന്നെയാണ്. കാരണം അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ നടത്തേണ്ട ആളുകൾ. ഇതിപ്പോൾ താൽക്കാലിക ഒരു നാടകം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നിർബന്ധമായിട്ടും വന്നിട്ടില്ലെങ്കിൽ ഇവിടുന്ന് വാണിയമ്പലത്തെ ജനങ്ങൾ ഇവിടെ ശക്തമായിട്ട് അതിനുള്ള ബാക്കിയുള്ള ഇനി വരുന്ന കാലങ്ങളിൽ ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഇത് പറയുന്നത്. വാണിയമ്പലത്തെ ആബാലവൃദ്ധം ജനങ്ങളുടെ വികാരം ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുകയുണ്ടായി. ഈ കഴിഞ്ഞ 5-ാം തീയതി ഈ വാണിയമ്പലത്തെ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇത്തരത്തിൽ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയാക്കിയിട്ടുള്ളത്. എന്തൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം നേടിയെടുക്കുന്നത് വരെ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലും ഈ പ്രദേശത്തെ മുഴുവൻ ആബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അധികാരികളുടെ കണ്ണ് തീർച്ചയായിട്ടും തുറന്ന് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം യാഥാർത്ഥ്യമാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മളെല്ലാവരെയും ശബ്ദം ഒരുമിച്ച് കേൾക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഈ നാട് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, അതിൻ്റെ പരിഹാരം ഏറെ വൈകരുത് എന്നൊരാവശ്യമാണ് ഈ നാട് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാണെങ്കിലും വാണിയമ്പലം നിവാസികളുടെ ഈ ആവശ്യത്തിനൊപ്പം ന്യൂസ് 18 കേരളവും ഉണ്ടാകും. ഈ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നത് വരെ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ നമ്മളും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും, അധികൃതർക്ക് മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാനിവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.